ഏഴിലം പാലപുത്തു പൂമരങ്ങൾ കുട പിടിച്ചു വെള്ളിമാലയിൽ വേളിമാലയിൽ എന്നും ഓമനിക്ക ഞാൻ ഹൃദയം തപസിരുന്നു ഏകാന്ത നാളുകളിൽ നിന്നെ ഓർത്തു ഞാൻ കരഞ്ഞു. ജീവിത വഴിയിൽ വീണ് കിട്ടുന്ന നുറുങ്ങു സന്തോഷങ്ങളിലൊന്ന്. കായലോളങ്ങളിൽ സ്വയം മറന്നും പലതും മറക്കാനും ചിലത് ഓർത്തെടുക്കാനും ഒരു യാത്ര. വിരസത കാർന്നു തിന്നുന്ന മുഖങ്ങളിൽ ചിരി പടരുന്നു. പുഞ്ചിരികൾ പൊട്ടിച്ചിരിയാകുന്നു. അമ്മയുടെ പേരെന്താ? എത്ര വയസ്സുണ്ട് ത്രസ്യാമ്മയ്ക്ക്? ത്രസ്യാമ്മയ്ക്ക് ഈ 30 ആയുള്ളൂ. വ്യസനം മറയ്ക്കുന്ന വണ്ണം ചില മസിൽ പിടുത്തങ്ങൾ. എങ്ങനെയുണ്ട് അപ്പ യാത്ര? എങ്ങനെയുണ്ട്? അരമണിക്കൂറിലെ ആനന്ദം കണ്ടെത്തി ആർത്തുല്ലസിക്കുന്നവർ രംഗമാകെ സ്നേഹം നിറയ്ക്കുന്നു. നിങ്ങൾ രണ്ടൊരു കപ്പിൾസ് ആണോ? ഭാര്യ ഭർത്താവാണ്. കായലിൽ ഇങ്ങനെ യാത്രയൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അടിച്ചു പൊളിച്ചു പോവാണ്. എങ്ങനെയുണ്ട് കായൽ യാത്ര? വെരി ഗുഡ്. ഇഷ്ടപ്പെട്ടോ? വെരി ഗുഡ്. വളരെയധികം സന്തോഷം ഈ യാത്ര. അത്ഭുത ദ്വീപ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, അതെല്ലാം അടിപൊളിയാണ്. അത് പറയാണ്ടിരിക്കില്ല, അത് ഞങ്ങളുടെ സിനിമയാണ്. വളരെ നല്ലൊരു സംരംഭമായിട്ട് എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കാൻ, ആർക്കും ഇവിടെ ഉള്ളവർക്ക് പലർക്കും വീടുകളിൽ നിന്നും പോകാൻ സാധിക്കാത്ത ഒരു അവസരമായിരുന്നു. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു 3 വർഷത്തോളം ഇവർ വെളിയിൽ തന്നെ പോയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ട്രിപ്പ് ഇവർക്ക് 1 മണിക്കൂർ നേരത്തേക്ക് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വാട്ടർ മെട്രോയിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. ISNA നമുക്ക് പെർമിഷൻ തന്നു, മദർ നമുക്ക് പെർമിഷൻ തന്നു. ഉല്ലാസയാത്ര പോയ കുഞ്ഞുങ്ങളെ പോലെ സമയം ഇപ്പോൾ തീരുമല്ലോ എന്ന പരിഭവമാണ് ഈ മുഖങ്ങളിൽ. ജലമെട്രോ പായുമ്പോൾ പൊള്ളുന്ന ചൂട് മാറി നനുത്ത കാറ്റ് വന്ന് തൊട്ട് തലോടി പോകുന്നു. ഒപ്പം ഉള്ളിലമരുന്ന നൊമ്പരങ്ങളും. ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തത്സമയം ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ആദിത്യൻ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ തിരുസന്നിധിയിലാണ് കേട്ടോ ആദിത്യ. അപ്പോൾ ആദിത്യൻ ഇന്നലെ കൊച്ചിയിൽ കണ്ട ആ മനോഹരമായ കാഴ്ചയുണ്ടല്ലോ, പ്രായമായ കുറേ മനുഷ്യർ വാട്ടർ മെട്രോയിൽ ഉല്ലസിക്കുന്ന യാത്ര, അത് നേരിട്ട് കണ്ട അനുഭവം ചോദിച്ചറിയാനാണ് കേട്ടോ ആദിത്യൻ തത്സമയത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നറിയാലോ. എന്തൊക്കെയാണ് ആദിത്യ കണ്ടത്? ഇത് ഈ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് മനസ്സ് കുളിരുന്ന ഒരു വിശേഷമാണ്. പങ്കുവയ്ക്കും ആദിത്യ. ഇന്നലെ ഈ കൊച്ചി വാട്ടർ മെട്രോയുടെ പരിസരത്ത് മറ്റൊരു വാർത്തയുടെ ഒരു കാര്യമായി നിൽക്കുമ്പോഴാണ് ഈ മനോഹരമായി ഈ കാഴ്ച കണ്ടത്. ആ കൊടും ചൂടിൽ നമ്മുടെ മനസ്സിനും കണ്ണിനുമൊക്കെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച, ഏറെ മനോഹരം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അതിൻ്റെ അണിയറ പ്രവർത്തകർക്കാണ് അതിൻ്റെ എല്ലാ നന്ദിയും പറയേണ്ടത്. നമ്മുടെ വൃദ്ധസദനത്തിലെ അണിയറ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ കെയർ ടേക്കർ ട്രെയിനികളായിട്ടുള്ള കുറച്ച് പേര് വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന അവർക്കും നന്ദി പറയണം. അവർ ഏറെ സന്തോഷിച്ച് അവർക്കൊപ്പം പാട്ടുപാടി ഉല്ലസിച്ച് ആ യാത്രയെ മനോഹരമാക്കി. അവരിൽ പലരും ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടവരാണ്. ആ പാട്ട് പാടുന്ന ത്രേസ്യാമ്മ എന്നോട് പറയുന്നത് എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ബഹ്റിനിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ 30 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. അത്രത്തോളം ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ചിരിക്കാൻ മറന്നിട്ടില്ല, പഠിച്ച പാട്ട് മറന്നിട്ടില്ല. ആ ഉള്ളിൽ അപ്പോഴും ആ സന്തോഷവും നന്മയും കഴിവുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ അമ്മ എല്ലാം മറന്ന് പാടുകയാണ്. അതുപോലെ തന്നെ പലരും തൊട്ടടുത്തിരിക്കുന്ന ഒരപ്പനും അമ്മയും, അവർ ഭാര്യയും ഭർത്താവുമാണ്. അവർ ഇത്ര വർഷമായി അവർ ഒന്നിച്ച് ജീവിത യാത്ര തുടരുകയാണ്. അപ്പോൾ ഒടുവിൽ ആ വൃദ്ധസദനത്തിൽ പോലും അവർ ഒന്നിച്ചാണ്, അവിടുന്ന് വന്ന യാത്രയിലും അവർ ഒന്നിച്ചാണ്. അങ്ങനെ എല്ലാ നൊമ്പരങ്ങൾക്കും ഇടയിൽ അവർ സന്തോഷിക്കുകയാണ്, ചിരിക്കുകയാണ്. അവരെ ചിരിപ്പിക്കാൻ വന്ന സുമനസ്സുകൾക്ക് ആദ്യം നന്ദി.
അവർ പലരും 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് പുറലോകം കാണുന്നത്, കായൽ കാണുന്നത്. അവരുടെ ആ ഒരു സന്തോഷം കാണാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്, ഭാഗ്യമുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ പലരും സംഘടിപ്പിക്കട്ടെ, അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രവണതയാണ്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഇത്തരത്തിൽ വൃദ്ധസദനങ്ങളിലൊക്കെ ആയി പോകുമ്പോൾ അവരുടെ നഷ്ടപ്പെട്ട മനുഷ്യർ, വളരെ ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്ന മനുഷ്യർ, വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്നവർ, ദമ്പതികൾ, കുട്ടികളെയും പ്രായമായവരെയൊക്കെ നമ്മളെപ്പോഴും ഒരുപോലെ തന്നെ കാണണം. കാരണം എപ്പോഴാണ് അവർ കുട്ടിത്തം കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, കുസൃതി കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് രണ്ട് കൂട്ടരും ഒരുപോലെയാണ്. അപ്പോൾ ഈ അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്.